നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ രണ്ട് ഫ്രൈസൽ വെർബ്സ് പഠിക്കാം. മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രം. ഏതെങ്കിലും ഒരു പദാർത്ഥം കൊണ്ട് ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഈ രണ്ട് ഫ്രൈസസും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു പദാർത്ഥത്തിൻ്റെ രൂപത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാതെയാണ് പുതിയൊരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ, ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിന് നമ്മൾ മെയ്ഡ് ഓഫ് ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മൈ റിംഗ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. എൻ്റെ മോതിരം ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. ഇവിടെ മോതിരം ഉണ്ടാക്കുമ്പോൾ സ്വർണത്തിൻ്റെ രൂപത്തിനോ ഗുണത്തിനോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. സ്വർണം കൊണ്ടാണ് മോതിരം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മോതിരത്തിനെയും നമുക്ക് സ്വർണമെന്ന് തന്നെ പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ, ദിസ് നൈഫ് ഈസ് മെയ്ഡ് ഓഫ് അയൺ. ഈ കത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ആ ഇരുമ്പിൻ്റെ രൂപത്തിനോ ഗുണത്തിനോ യാതൊരു മാറ്റവും സംഭവിക്കാതെയാണ് കത്തി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മെയ്ഡ് ഓഫ്, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, രൂപത്തിന് മാറ്റം വരാതെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മെയ്ഡ് ഓഫിൻ്റെ അർത്ഥം. ഇനി മെയ്ഡ് ഫ്രം, ഒരു പദാർത്ഥത്തിൻ്റെ രൂപത്തിനും ഗുണത്തിനും പൂർണ്ണമായ മാറ്റം സംഭവിച്ച് മറ്റൊരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ മെയ്ഡ് ഫ്രം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഭംഗിയായി മനസ്സിലാകും. ദിസ് ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം വീറ്റ്. ഈ ബ്രെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പിൽ നിന്നാണ്. നമുക്കറിയാം, ഗോതമ്പിൻ്റെ രൂപത്തിനും ഗുണത്തിനും പൂർണ്ണമായ മാറ്റം സംഭവിച്ചിട്ടാണ് ബ്രെഡ് ഉണ്ടാകുന്നത്. അങ്ങനെ രൂപമാറ്റം സംഭവിച്ചതുകൊണ്ട് മെയ്ഡ് ഫ്രം എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. വീഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് മുന്തിരിയിൽ നിന്നാണ്. ഗ്രേപ്സിന് പൂർണ്ണമായ രൂപമാറ്റവും ഗുണത്തിൻ്റെ മാറ്റവും സംഭവിച്ചാണ് വൈൻ, അതായത് വീഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മെയ്ഡ് ഫ്രം ഉപയോഗിച്ചത്. ചുരുക്കത്തിൽ, പദാർത്ഥത്തിൻ്റെ രൂപത്തിന് മാറ്റം സംഭവിച്ചില്ല എങ്കിൽ മെയ്ഡ് ഓഫ്, രൂപത്തിന് മാറ്റം സംഭവിച്ചാൽ മെയ്ഡ് ഫ്രം എന്ന് പറയും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.